ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സൂപ്പർ മോയിസ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. പിന്നെ പ്ലം കേക്കിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്നതുകൊണ്ട് കുട്ടികൾക്കൊന്നും കഴിക്കാൻ അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. ബനാന കേക്ക് ആകുമ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇടാതെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും കഴിക്കാൻ പറ്റും, വലിയവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നത് കൊണ്ട് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോവാം. അരക്കപ്പ് മൈദയിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ആ 1/4 കപ്പ് പഞ്ചസാര ഫുള്ള് വേണമെന്നില്ല, കുറച്ചെടുത്താൽ മതി. കാരണം പഴം ചേർക്കുന്നതുകൊണ്ട് നല്ല മധുരമായിരിക്കും കേക്കിന്. അതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂണോളം ഞാൻ മാറ്റി വെച്ചിട്ട് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആ 1/4 കപ്പിൽ ബാക്കിയുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ പൊടിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. സോ ആ ബാക്കിയുള്ള പഞ്ചസാര ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു 2-3 ഗ്രാമ്പൂ, പിന്നെ ഒരു നുള്ള് ജാതിക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കേക്കിന് നല്ല ഫ്ലേവർ കൊടുക്കും. അപ്പം ജാതിക്കപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരുന്നുണ്ട്. കറുകപ്പട്ടയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വരണം, അല്ലെങ്കിൽ അത് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. അപ്പം അതങ്ങനെ വെച്ചു. ഈ സമയത്തിന് ഉള്ളിൽ തന്നെ എൻ്റെ കാരമൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് 1.5 ടേബിൾ സ്പൂൺ അല്ലേ ഉള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ നാരങ്ങനീര് അതിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. കട്ടിയായി പോകുന്ന തോന്നുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് വെക്കാവുന്നതാണ്, ഒരുപാട് വെള്ളം കൂടി പോകണ്ട. അപ്പം ഞാൻ 1/4 ടീസ്പൂണോളം നാരങ്ങനീരും കൂടെ ചേർത്തു. സ്റ്റവ് ഓൾറെഡി ഓഫ് ആയിരുന്നു. ഇനി അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കണം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസിന് മൊത്തത്തിൽ ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിൻ്റെ 1/4 കപ്പാണ്. അപ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇടുന്നുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇടുന്നുണ്ട്. ബാക്കി മൈദയും കൂടി ഇട്ടിട്ട് ഞാൻ ആ 1/4 കപ്പ് ഫില്ല് ചെയ്യുവാണേ. അപ്പം ഇനി വീണ്ടും ഒരു 1/4 കപ്പും കൂടെ എടുക്കണം ഇതിന് ശേഷം. അപ്പോൾ ഇതൊരു 1/4 കപ്പായി. ഇനി അടുത്ത ഒരു 1/4 കപ്പ് ഫുള്ള് മൈദ തന്നെയാണ് ഇടുന്നത്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലോറിൻ്റെയും മിൽക്ക് പൗഡറിൻ്റെയും അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് മൈദ എടുത്താലും കുഴപ്പമില്ല. അപ്പം ഇനി ഞാനിത് അടുത്ത 1/4 കപ്പും കൂടെ നിറച്ചു. അപ്പോൾ ടോട്ടൽ ഞാൻ 1/2 കപ്പ് മൈദ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കണമല്ലോ. നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പൊക്കെ ചേർക്കാനുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഉപ്പാണ്, ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുടെ പകുതി മതി, 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി. പിന്നെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇത് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. പൊടിയിൽ നല്ല എയർ കയറി നല്ല ഫ്ലഫി കേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. 3 പ്രാവശ്യമെങ്കിലും ഞാൻ എപ്പോഴും അരിച്ച് മാറ്റാറുണ്ട്. ഇനി ഒരു ബനാന എടുക്കുന്നുണ്ട്, അതായത് നട്ട്സിലേക്കാണ്. അതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ഞാൻ നട്ട്സിലേക്കും കൂടെ എടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് നട്ട്സ് മതി. നട്ട്സ് വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബനാന കേക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ വളരെ കുറച്ച് നട്ട്സ് ഇടുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ പൊടിച്ചിടാവുന്നതാണ് നട്ട്സ് ഒന്ന്. ഇനി ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്, നന്നായിട്ട് പഴുത്ത റോബസ്റ്റ പഴമാണ്. അതൊന്ന് മുറിച്ചിട്ട് മിക്സിയിലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് തൊട്ടാൽ തന്നെ അത് ക്രഷായി പോകും. ഒരുപാട് ക്രഷ് ആക്കുകയും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. നമുക്ക് മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു 50 ഗ്രാം ബട്ടർ ഞാനൊരു ബൗളിലേക്ക് ഇടുവാണ്. റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം കേക്ക് ഉണ്ടാക്കാൻ എടുക്കാനായിട്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ട്രേയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ബട്ടർ പേപ്പറും വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബട്ടർ ഒന്ന് സോഫ്റ്റായി അതിൻ്റെ യെല്ലോയിഷ് കളർ ഒന്ന് കുറഞ്ഞ് വൈറ്റിഷ് കളറിലേക്ക് ആവുന്നത് വരെ ഒന്ന് അടിച്ചു കൊടുക്കണേ. മറ്റേ വിസ്ക് കൊണ്ട് അടിച്ചാലും മതി, ഹാൻഡ് ബീറ്റർ ഇല്ലാത്തവർക്ക് വിക്സ് കൊണ്ട് അടിച്ചാലും മതി. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം പഞ്ചസാര പൊടിച്ച് വെച്ചത് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം അടിക്കാനായിട്ട്. മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത്, എല്ലാം പുറത്തേക്ക് പറന്നു പോകും അടിച്ചു വരുമ്പോൾ. പതുക്കെ അടിക്കണേ. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് സ്ലോയിൽ അടിക്കണം, എന്നിട്ട് വേണം അടുത്ത സ്പീഡ് കൂട്ടി കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ തട്ടി മൊത്തത്തിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എല്ലാ പഞ്ചസാരയും ഇട്ടു നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ ഇനി ഒന്ന് അടിച്ചെടുക്കണം. അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ക്രീമി ആയിട്ടുണ്ട് കണ്ടോ. ഇനി അതിലേക്ക് നമ്മൾ 1 മുട്ടയാണ് ചേർക്കുന്നത്. 1 മുട്ട ചേർത്തു, അതും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് മൈദയും 1 മുട്ടയും ആയതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മാത്രം വാനില എസൻസ് ഇടുന്നുള്ളൂ ഇതിലേക്ക്. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഒക്കെ അടിക്കേണ്ടി വരും.
അപ്പം കണ്ടോ അതിൻ്റെ ടെക്സ്ചർ മാറി വരും, നല്ല ലെയേഴ്സ് ആയിട്ടുള്ള പോലെ വരും. അത് കഴിയുമ്പോൾ ആ പഴം ഉടച്ചതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തു. ഇനി നമ്മുടെ ക്യാരമൽ വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ക്യാരമലും കൂടി കണ്ടോ, ഇത്രയേ ഉള്ളൂ ക്യാരമലൈസ് ചെയ്തത്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് ജസ്റ്റ് അടിച്ചാൽ മതി. ഇപ്പം ബീറ്ററിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വിസ്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ഞാൻ അധികം നേരം ബീറ്റർ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസിന് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്സ്. എന്നിട്ട് നേരത്തെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പതുക്കെ കുറേശ്ശായിട്ട് ചേർത്ത് വിസ്ക് കൊണ്ട് ഒന്ന് ലൂസാക്കിയിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. മിക്സ് ചെയ്തതും ഒരുപാടൊന്നും ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഇനി കാഷ്യൂനട്ട് വളരെ കുറച്ച് കാഷ്യൂനട്ട്, ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കാഷ്യൂനട്ട്. അതിൽ 1-2 ഞാൻ മാറ്റി വെക്കും ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട്. ബാക്കി കുറച്ച് മാത്രം ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തു. നമ്മുടെ ട്രേയിലേക്ക് മാറ്റുവാണേ. ട്രേയിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതായിരിക്കണം ടെക്സ്ചർ, കറക്റ്റ് ടെക്സ്ചറാണ് കേട്ടോ. അത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല. കാരമൽ ഒരുപാട് ലൂസായി പോകാൻ ശ്രദ്ധിക്കണം. അതുപോലെ കാരമൽ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ കേക്കും കട്ടിയാവും, കേക്കിന് കയ്പ്പ് രസവും വരും. അപ്പം കാരമൽ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി നന്നായിട്ട് തട്ടി എയർ ബബിൾസ് ഒക്കെ പോയി ഞാൻ ജസ്റ്റ് ഒന്നൊരു സ്ക്യൂവർ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഓവനിൽ ഞാൻ 20 മിനിറ്റാണ് എൻ്റെ ഓവനിൽ വെച്ചിരിക്കുന്നത്. ഓരോ ഓവനിനനുസരിച്ചിട്ട് മാറും. എന്തായാലും ഒരു 16-17 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. 15 മിനിറ്റ് വരെ ഒരിക്കലും കേക്ക് തുറന്ന് നോക്കരുത് മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പം റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോൾ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മൂവിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ബനാന കേക്കിന് പ്രത്യേക ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ആവുകയും ചെയ്യും. 20 മിനിറ്റ് കൊണ്ട് കേക്ക് റെഡി ആവുകയാണല്ലോ. നമ്മുടെ അരക്കപ്പ് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. കണ്ടല്ലേ, നല്ല ടെക്സ്ചറാണ്, കാരമലൈസ് ചെയ്തിരിക്കുന്നത്. കേക്കിന്റെ റെസിപ്പിയൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പം ലൈക്ക് ചെയ്യണം. കമന്റ്സ് ഒക്കെ കുറവാണ് കേട്ടോ. കമന്റ്സും കൂടെ പറയണം, എന്നാലല്ലേ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. മുമ്പോട്ടുള്ള വീഡിയോസിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരാവുന്നതാണല്ലോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുവരെയും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Have a good day. Thank you.